പുണ്യമാക്കപ്പെട്ട റമദാനിലെ അവസാന വെള്ളി മുസ്ലിങ്ങൾക്ക് ഏറെ പ്രിയപ്പെട്ട ദിവസമാണ്. അന്ന് എല്ലാ മുസ്ലിങ്ങളും എവിടെയാണെങ്കിലും പള്ളിയിലേക്ക് എത്താൻ എങ്ങനെയും ശ്രമിക്കുമ്പോഴാണ് മോദിയുടെ വക ഇരുട്ടടി. വിറപ്പിക്കുകയാണ് മോദി ഭരണകൂടം. ഒടുക്കം കയ്യിൽ കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ട് പുണ്യ ദിവസത്തിൽ പള്ളിയിൽ പോകേണ്ട ഗതികെട്ടവരായി മുസ്ലിങ്ങൾ മാറുന്ന കാഴ്ചയാണിപ്പോൾ രാജ്യം അതിനാണ് സാക്ഷ്യം വഹിക്കുന്നത്. കേന്ദ്രമന്ത്രി ജയന്ത് സിംഗ് ചൗധരി കാഹളം മുഴക്കി മുസ്ലിങ്ങളുടെ പാസ്പോർട്ടും ലൈസൻസും കണ്ടുകെട്ടും എന്നുകൂടി ഭീഷണിപ്പെടുത്തുമ്പോൾ ഈ രാജ്യത്തെ മതേതരത്വം അങ്ങനെ ഒരു രാജ്യം തന്നെയാണോ എന്ന് മുക്കത്ത് വിരൽ വെച്ച് ചോദിക്കേണ്ടി വരികയാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, പെരുന്നാൾ നിസ്കാരത്തിന് വിലക്ക് എന്നതായിരുന്നു. നാളിതുവരെയായി നമ്മൾ ചെയ്തു പോന്നിരുന്ന രീതിയിൽ ഇനി അങ്ങോട്ട് കാര്യങ്ങൾ ചെയ്യരുത് എന്ന് കാഹളം മുഴക്കിയത് ആദ്യം യുപിയിൽ നിന്നും യോഗിയാണെങ്കിൽ ഇപ്പോഴത് കേന്ദ്രം മൊത്തത്തിൽ ഏറ്റെടുത്തിരിക്കുകയാണ്. പുണ്യപ്പെട്ട ദിനത്തിൽ പള്ളിയിലേക്ക് കറുത്ത ബാൻഡും കൈയിൽ കെട്ടി പ്രവേശിക്കേണ്ടി വരുന്നത് ചരിത്രത്തിൽ ഇതാദ്യമാണ്. ഇങ്ങനെ ബാൻഡ് കെട്ടി അവർ പള്ളിയിൽ പ്രവേശിക്കാൻ ഒന്നാമത്തെ കാരണം വഖഫാണ്. മോദി സർക്കാരിന്റെ വിവാദ വഖഫ് ബില്ലിൽ പ്രതിഷേധിക്കാൻ വീണ്ടും ആഹ്വാനം നൽകുകയാണ് അഖിലേന്ത്യാ മുസ്ലിം വ്യക്തി നിയമ ബോർഡ്. പ്രതിഷേധത്തിന്റെ ഭാഗമായി റമദാനിലെ അവസാന ജുമുഅ ദിവസമായ ഇന്ന് രാജ്യത്തെ മുസ്ലിങ്ങൾ കൈത്തണ്ടയിൽ കറുത്ത ബാൻഡ് ധരിക്കണമെന്ന് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് എക്സിലൂടെ ആഹ്വാനം ചെയ്തു. ഡൽഹി ജന്തർ മന്ദറിലും ബീഹാറിലെ പാട്നയിലും മുസ്ലിങ്ങൾ നടത്തിയ ശക്തമായ പ്രതിഷേധങ്ങൾ BJP സഖ്യകക്ഷികളിൽ ഒരു കോളിളക്കം സൃഷ്ടിച്ചിട്ടുണ്ട്. മാർച്ച് 29-ന് വിജയവാഡയിൽ വൻ പ്രതിഷേധ പരിപാടി സംഘടിപ്പിക്കുന്നുണ്ട്. വഖഫ് ഭേദഗതി ബില്ലിന് പിന്നിൽ മുസ്ലിങ്ങളുടെ പള്ളികൾ, ഈദ്ഗാഹുകൾ, മദ്രസകൾ, ദർഗകൾ, ഗൻഖകൾ, ശ്മശാനങ്ങൾ, ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ നഷ്ടപ്പെടാൻ ലക്ഷ്യമുള്ള ദുഷ്ടഗൂഢാലോചനയാണിത്. ബിൽ പാസ്സായാൽ നൂറുകണക്കിന് പള്ളികൾ, ഈദ്ഗാഹുകൾ, മദ്രസകൾ, ശ്മശാനങ്ങൾ, നിരവധി ചാരിറ്റബിൾ സ്ഥാപനങ്ങൾ എന്നിവ നമ്മളിൽ നിന്നും എടുത്തുമാറ്റും. അതിനാൽ ബില്ലിനെ ശക്തമായി എതിർക്കേണ്ടത് രാജ്യത്തെ ഓരോ മുസ്ലിമിന്റെയും ഉത്തരവാദിത്തമാണ്. ജുമുഅയിൽ പങ്കെടുക്കാൻ പള്ളിയിലേക്ക് വരുമ്പോൾ കറുത്ത ബാൻഡ് കൈത്തണ്ടയിൽ ധരിക്കണമെന്ന് മുഴുവൻ മുസ്ലിങ്ങളോടും അഭ്യർത്ഥിക്കുന്നു. ദുഃഖത്തിന്റെയും പ്രതിഷേധത്തിന്റെയും നിശബ്ദവും സമാധാനപരവുമായ പ്രതികരണമാണ് മുസ്ലിം വ്യക്തി നിയമ ബോർഡ് ചൂണ്ടിക്കാട്ടുന്നത്. ചുരുക്കം പറഞ്ഞാൽ ചരിത്രത്തിൽ ആദ്യമായി മുസ്ലിങ്ങൾ ഇന്നുവരെ കാണാത്ത തരത്തിലാണിപ്പോൾ കേന്ദ്രം പെരുമാറുന്നത്. പക്ഷേ അവിടെയും സമാധാനത്തിന്റെ പാത മതി എന്നാണ് മുസ്ലിങ്ങൾ കറുത്ത ബാൻഡ് ധരിച്ചുകൊണ്ട് പറയുന്നത്.